തന്നെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരക്ഷരം പോലും താൻ ശ്രദ്ധിക്കുന്നില്ല. എന്താടൂ? നമുക്കിടയിൽ അകലമില്ല. അതുകൊണ്ട് തന്നെ തന്നോട് നുണ പറയാനും എനിക്ക് കഴിയില്ല. എന്തു പറ്റി തനിക്ക്? മനസ്സിലെ ടെൻഷൻ ചിലപ്പോൾ സ്വന്തം വീട്ടുകാരോട് പോലും നമുക്ക് തുറന്നു പറയാൻ ഒക്കില്ല. എന്തായാലും താൻ വന്നത് നന്നായി, വലിയ ആശ്വാസമായി. അപ്പോഴും കാര്യം പറയുന്നില്ലല്ലോ. കടം അപകടം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാ. എനിക്കത് നേരിട്ട് ബോധ്യമായടോ. സുമിത്രയുടെ കല്യാണത്തിനായി നമ്മുടെ കൃഷ്ണന്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ ഞാൻ വാങ്ങിയിരുന്നു. വാങ്ങുകയായിരുന്നില്ല, അയാൾ പിടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിനെന്താ, ഒരാവശ്യം വരുമ്പോ അളിയന്മാരും അമ്മാവന്മാരും ഒക്കെ സാമ്പത്തിക സഹായം ചെയ്യുന്നത് സർവ്വസാധാരണമല്ലേ? അതിനിപ്പോ എന്തു പറ്റി? ഒന്നും പറ്റിയെന്നല്ല, ആ പണം തിരിച്ചു കൊടുക്കണം എത്രയും വേഗം. അളിയനത് തിരിച്ചു ചോദിച്ചോ? തിരിച്ചു ചോദിച്ചൊന്നുമില്ല. പിന്നെ എടോ, പറയാനുള്ള ഒന്ന് തുറന്നു പറ. മനസ്സിനകത്ത് ഇങ്ങനെ തിക്കി തിരിക്കി വയ്ക്കാതെ. സംഭവം എന്താ? തനിക്ക് നല്ല ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തം. മനസ്സ് നോവുന്ന തരത്തിൽ അളിയൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പറഞ്ഞു ഇല്ലേ? അത് മനഃപൂർവ്വം പറഞ്ഞതാവില്ല. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ. എന്ത് പ്രത്യേക സിറ്റുവേഷൻ ആയാലും ആലോചിച്ച് വേണ്ടേ സംസാരിക്കാൻ? പ്രത്യേകിച്ചും കാശിന്റെ കാര്യമാകുമ്പോ വാക്കുകൾ വളരെ സൂക്ഷിക്കണ്ടേ? ചോദിച്ചു വാങ്ങിച്ച കാശല്ലാത്ത സ്ഥിതിക്ക് ഒരുപാട് സൂക്ഷിക്കണം. പ്രശ്നമൊന്നുമല്ല, ആ കാശ് തിരിച്ചു കൊടുക്കണം. അതിനെ ഒരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാ കൊടുക്കേണ്ടത്? ഇന്ന തീയതിക്കകം എന്ന് വല്ലതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണൻ പണം തിരിച്ചു ചോദിച്ചിട്ടില്ല ബാലരാമ. പക്ഷേ കൊടുക്കേണ്ട കടമ എൻ്റെതല്ലേ. താൻ വിഷമിക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിക്കാം. എന്തു പറയുന്നു? ഒരു കണക്കിന് ജോലിയിൽ നിന്ന് പിരിയുന്നതായിരുന്നു നല്ലത്. എൻ്റെ തീരുമാനമായിരുന്നു ശരി. പക്ഷെ ആരും, താനടക്കം ആരും അതിന് സമ്മതിച്ചില്ല. ആരുടെ മുമ്പിലും കൈനീട്ടാതെ എൻ്റെ കുട്ടിയുടെ കല്യാണം ഭംഗിയായി നടത്താമായിരുന്ന ആ വഴി എല്ലാവരും കൂടി അടച്ചു. ഇപ്പം കണ്ടില്ലേ, മനസമാധാനം കൂടി പണയത്തിലായി. പണയത്തിലായ മനസമാധാനം ഞാൻ തിരിച്ചെടുത്ത് തന്നാലോ? എങ്ങനെ? അളിയന്റെ കാശ് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഞാൻ തരാമടോ. തീർന്നില്ലേ പ്രശ്നം? ഒരു കടം തീർക്കാൻ മറ്റൊരു കടവും വേണ്ട, പാടില്ല. പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ഞാനും തൻ്റെ അളിയനും ഒരുപോലാണെന്ന് അല്ലേ? അല്ലടോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്, സ്നേഹത്തിന് ഇപ്പോഴുള്ള ശുദ്ധി ഇതേപോലെ തുടർന്നു പോകണം. കുറച്ച് കാശ് തന്നാൽ അതെന്താ തുടർന്നു പോകാതെ അങ്ങ് സ്തംഭിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല താൻ പറയുന്നതിന്റെ അർത്ഥം. വളരെ ചിന്തിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബന്ധത്തിനിടയിൽ പണം കടന്നു വരണ്ട ബാലരാമ. മനസ്സിലായി. കാണുമ്പോ ചുമ്മാ ചിരിക്കുകയും കൊച്ചു വർത്തമാനം പറയുകയും ചെയ്യുന്ന വെറും പൊള്ളയായ ഒരു ബന്ധം മതിയെന്ന് അല്ലേ? സന്തോഷം, വളരെ വളരെ സന്തോഷം. തനിക്കിപ്പോഴും എന്റെ മനസ്സ് കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് തന്റെ മനസ്സ്, അതും താൻ തന്നെ പറയണം. ഈശ്വര, ഞാൻ എങ്ങനെ ഇയാളെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുക? താന് ഒന്നും ബോധ്യപ്പെടുത്തണ്ട. എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എടോ,
ആ ബാലമാമ എന്താ പതിവില്ലാതെ ഓഫീസിലൊക്കെ? എന്താ എനിക്ക് വന്നൂടെ? ഏയ് അതല്ല. നീ ശരിക്ക് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യാനാണെന്ന് വെച്ചോ. ഇതെന്താ സംഭവം? ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വർക്കാ. പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടക്കേട് തോന്നും. തിരക്കാണെന്ന് പറഞ്ഞാൽ ജാടയാണെന്ന് കരുതും. ബാലമാമ കണ്ടല്ലോ, കാലത്ത് 7:30 മണിക്ക് ഞാൻ വന്നതാ. സ്റ്റാഫുകളെ ഏൽപ്പിച്ച് സുഖമായി വീട്ടിൽ കിടന്നുറങ്ങി മെല്ലെ വന്നാൽ മതി. പക്ഷേ അത് പ്രസാദന് ശീലമില്ല. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേടാ, പ്രത്യേകിച്ച് പറയുന്നത് എന്തിന്? പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മായി എന്നോട് പിണക്കത്തിലായിരിക്കും അറിയാം. ഞാൻ എന്ത് ചെയ്യും? ഒരേ സമയം 2 വർക്കിന്റെ കമ്മിറ്റ്മെന്റാ. അതൊന്നും സാരമില്ല, നിന്റെ തിരക്ക് അവക്കറിയാം. എന്നാലും കമ്മിങ് സൺഡേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മായിയോട് ഉറപ്പിച്ചു പറയണോ? ഉറപ്പിച്ചെന്ന് പറഞ്ഞോളൂ. ഒരു വാക്ക് പറഞ്ഞാൽ പ്രസാദ് അത് മാറില്ല. ഞായറാഴ്ച വന്ന് ഉച്ചയൂണും കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ പോരൂ. പിന്നെ കുടുംബജീവിതമൊക്കെ എങ്ങനെ? തിരക്കിൻ്റെ ഇടയിൽ അത് മുങ്ങിപ്പോകാതെ നോക്കണേ. പ്രസാദേ, പിന്നെ ഞാൻ വന്നത് നിന്നോടൊരു പ്രധാന കാര്യം പറയാനാ. ശങ്കർജിയും ഞാനും തമ്മിലുള്ള അടുപ്പം അറിയാമല്ലോ. ഈ വിവാഹബന്ധം തന്നെ ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതുകൊണ്ട് ആ കുടുംബത്തിനൊരു ടെൻഷൻ ഉണ്ടായാൽ, ശങ്കർജിക്കൊരു പ്രശ്നം വന്നാൽ, മൂത്ത മരുമോൻ നിലയ്ക്ക് നിനക്കത് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല. എന്താ ഇപ്പൊ പ്രശ്നം? ഏത് കുടുംബത്തിലും ഉണ്ടാകാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു കല്യാണമാകുമ്പോൾ ആർക്കായാലും ലേശം കടബാധ്യതയൊക്കെ വരും. അതിൽ അത്ഭുതമൊന്നുമില്ല. ശങ്കർജിക്കും അങ്ങനെ ഒരു ചെറിയ ലയബിലിറ്റി ഉണ്ട്, ഒരു 2 ലക്ഷം രൂപ. അത് തിരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ ടെൻഷനിലാ നിന്റെ അമ്മായി അച്ഛൻ. ഈ കടത്തിന്റെ കാര്യം സുമിത്രയുടെ അച്ഛൻ ബാലമാമയോട് പറഞ്ഞോ? പറയുമോ? അങ്ങനൊന്നും പറയുന്ന ആളല്ല. സന്ദർഭവശാൽ ഞാൻ ചോദിച്ചറിഞ്ഞതാ. ഈ ഒരവസ്ഥയിൽ നമ്മൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മളെങ്ങനെ സഹായിക്കാൻ എന്ന് ചോദിച്ചാ എങ്ങനെ? കടമായി പണം കൊടുക്കാന്ന് വെച്ചാൽ ശങ്കർജി വാങ്ങില്ല. പിന്നെ മരുമോനെന്നുള്ള നിലയ്ക്ക് നീ എന്തെങ്കിലും ചെയ്താൽ ഒരു പക്ഷേ സ്വീകരിച്ചേക്കും. ഞാനോ? ഞാനെങ്ങനെ? ബാലമാമ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മായിയപ്പന്റെ കടം, അതും കല്യാണത്തിന്റെ കടം തീർക്കേണ്ട മരുമാനാണോ?